ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഡിഷാണല്ലോ നൂഡിൽസ്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ചിക്കൻ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ചിക്കനകത്തോട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും വേണമെങ്കിൽ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഓയിലോട്ട് നമുക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ബ്രൊക്കോളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സവാള ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. സവാള അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മഷ്റൂം ഒന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ആ വെജിറ്റബിൾസിലൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റാണ് നീളത്തിൽ അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമുക്ക് ക്യാരറ്റും കൂടെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ സോയാ സോസ് 1 ടീസ്പൂൺ സോയാ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1-1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന നൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സോസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി വെജിറ്റബിൾസിലോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. റെഡും ഗ്രീനും യെല്ലോ അത് കുറച്ച് അരിഞ്ഞത് നീളത്തിലായിരുന്നു നമ്മൾ അരിയേണ്ടത്. അത് അരിഞ്ഞതും കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നൂഡിൽസ് നല്ലവണ്ണം തോനെ വെള്ളത്തിൽ നൂഡിൽസ് ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ഓയിലൊന്ന് ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഒരു 30% കുക്ക് ചെയ്ത് ഒരു സ്റ്റെയിനറിൽ ഊറ്റിയെടുത്ത് വെച്ചതാണ് നമ്മൾ ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുന്നത്. അധികം വെന്ത് പോകാൻ പാടില്ല. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം കൂടെ അതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. ഓയിൽ ഒഴിക്കുന്നത് നൂഡിൽസ് ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.